ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. തൃത്താലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി കുന്നിടിച്ച് നിരത്തി അനധികൃതമായി കരിങ്കൽ മണ്ണ് ഖനനം നടത്തുന്ന സംഭവത്തിൽ സ്ഥലം MLA കൂടിയായ മന്ത്രി MP രാജേഷ് മൗനം വെടിയണമെന്ന് യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധിക്കുന്നവരുടെ പേരിൽ കള്ളക്കേസെടുക്കുന്നുവെന്നും യൂത്ത് ലീഗ് നേതാക്കൾ ആരോപിച്ചു. ദേശീയപാത വികസനത്തിന്റെ പേരിൽ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് തൃത്താല നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ വ്യാപകമായി കുന്നിടിച്ച് നിരത്തി മണ്ണെടുപ്പ് നടക്കുന്നത്. അനുവദിച്ച പാസുകളിൽ ഇരട്ടിയോളം അധികം മണ്ണ് കടത്തിക്കൊണ്ടുപോവുകയാണെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇത്തരം മണ്ണെടുപ്പ് മൂലം പല പ്രദേശവും ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്. കഴിഞ്ഞ ദിവസം തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം പ്രദേശത്ത് ഭീമൻ പാറ ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നു വീഴുകയുണ്ടായി. ചാത്തന്നൂർ ചേമ്പ്ര എസ്റ്റേറ്റിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ മാസങ്ങളായി സമരം നടത്തി വരുന്നുണ്ട്. വിഷയത്തിൽ സ്ഥലം MLA കൂടിയായ മന്ത്രി MP രാജേഷ് മൗനം വെടിയണമെന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ചാത്തന്നൂർ ഒരു കോറി നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു. അവിടെയുള്ള ജനങ്ങൾ മാസങ്ങളായിട്ട് സമരത്തിലാണ്. ഈ മന്ത്രി ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ആ മന്ത്രിയാണ് ഞങ്ങൾ നടത്തിയ സമരത്തിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പത്രക്കാർക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തത്. അപ്പോൾ മന്ത്രിയുടെ മൗനസമ്മതത്തോടു കൂടെയാണ് തൃത്താല നിയോജക മണ്ഡലത്തിൽ പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറ് മേഖലയിൽ ഈ രീതിയിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ വിഷയത്തിൽ മന്ത്രി ഇടപെട്ട് ആ കോറി നിർത്തലാക്കണം. മാത്രമല്ല തൃത്താല നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ പള്ളിപ്പാടം പറഞ്ഞതുപോലെ തന്നെ ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം മണ്ണ് ഖനനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒരു ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്, ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. അതുകൊണ്ട് മന്ത്രി ഈ മൗനം വെടിഞ്ഞ് ശക്തമായ നടപടികൾ സ്വീകരിക്കാനും അവിടെയുള്ള മണ്ണ് ഖനനം നിർത്തിവെക്കാനും തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. പഞ്ചായത്ത് റോഡുകൾ മുഴുവൻ തകർന്ന നിലയിലാണ്. ഇതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ കള്ളക്കേസെടുക്കുവാനും ഭീഷണിപ്പെടുത്തുവാനുമാണ് ശ്രമിക്കുന്നതെന്നും ആരോപണമുണ്ട്.